അനുമോൾക്ക് വെളിയിലേക്ക് ഔട്ട് പോകുമ്പോൾ ഞാൻ ഡീസന്റ് ആയിട്ട് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞ് ഔട്ട് പോകണം. ഷൂട്ട് കഴിഞ്ഞ് 5-10 മിനിറ്റിനുള്ളിൽ ഇവിടെ വീഡിയോ വന്നു കഴിയും. ഈ പ്രതിഷ്ഠ ഇരിക്കുന്നത് എവിടെയാണ്? രേണുസുതി മാത്രം ബുദ്ധി കൂടിയ ആളും ബാക്കിയുള്ളവരെല്ലാം മന്ദബുദ്ധികളുമാണെന്നുള്ള ആ ഒരു ഇതങ്ങ് വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ യൂട്യൂബ് ചാനലുകൾ വഴിയൊക്കെ വെളിയിലേക്ക് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തത് വിഷയം നമ്മുടേത് ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയെ കുറിച്ച് സംസാരിക്കണം നമുക്ക്. അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോള് പറയുന്നത്. ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ലാലേട്ടൻ പറയുന്ന അതൊന്ന് കേൾക്കാം. ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ്. എന്ന് പറഞ്ഞാല് ഇത് ആരോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട്. അതായത് നേരത്തെ വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുകയാണ്. വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ്. 7ന്റെ പണിയാണല്ലോ ഈ വട്ടം. ഒരു പണി ഇവരെ പോലെ ഉള്ളവർക്ക് കൊടുക്കണം. ഇതിനകത്ത് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇന്ന് തന്നെ യൂട്യൂബ് വഴി അറിയിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് നമ്മളുടെ യൂട്യൂബിൽ. ഈ ബിഗ് ബോസിനെ സംബന്ധിച്ച് ബിഗ് ബോസ് ഷോ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് പലയിടങ്ങളിൽ നിന്ന് പല സോഴ്സുകൾ വഴി അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് നാളെ നടക്കാൻ പോകുന്ന ഇതാണ് എക്സ്ക്ലൂസീവ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഈ ഷോയെ ശരിക്കും ബാധിക്കുന്നുണ്ട്. അത് ശരിയാണ്. ഇപ്പൊ നമ്മളാണെങ്കിലും കാണുമ്പോഴത്തേക്ക് ഇനിയിപ്പോ എന്തോ കാണാനാ, ഇപ്പൊ നമുക്ക് അറിഞ്ഞല്ലോ ഇതിനകത്ത് നാളെ എന്തോ നടക്കാൻ പോകുന്നത് എന്നുള്ളത് എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് വേറൊരു വാചകം കൂടി പറയുന്നുണ്ട്. ഇത് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അകത്ത് ഒറ്റാൻ ആളുള്ളത് കൊണ്ടല്ലേ ഇതെല്ലാം വെളിയിലോട്ട് ലീക്ക് ആവുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തിൽ ആദ്യം അതിനകത്തുള്ള ക്രൂ മെമ്പേഴ്സ് ഉണ്ടല്ലോ, ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ അവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. അവരിൽ നിന്നെല്ലാം ഇതെന്തായാലും അകത്ത് നടക്കുന്ന സംഭവം അകത്ത് നടന്ന് ഒരു 5 മിനിറ്റ് കഴിയണ്ട അതിനു മുമ്പ് വെളിയിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും അതിനകത്താണ് ഉള്ളത്, അല്ലാതെ വെളിയിലല്ല. അകത്തു നിന്ന് വരുന്നതുകൊണ്ടല്ലേ ഇവർ ഈ പറയുന്നത്. നമ്മൾ ഇവരെ പറയുന്നതിനെ നമ്മൾ ന്യായീകരിക്കൊന്നുമല്ല. ഇവർ പറയുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനെ ന്യായീകരിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഓരോരുത്തർ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒരു അണുമണി തട്ടാതെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന റിവ്യൂവേഴ്സ്. ഓക്കെ, ഞാൻ അതിനെതിരാണ്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പിസോഡ് കണ്ടിട്ടോ, ഈ പറയുന്നതിനകത്ത് പറയുന്ന പോലെ എപ്പിസോഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടോ നമുക്ക് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോയെ കുറിച്ച് സംസാരിക്കാം, അതിനെക്കുറിച്ച് സംസാരിക്കാം. അത് തെറ്റില്ലെന്ന് അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ലാലേട്ടൻ യൂട്യൂബേഴ്സിനെ എല്ലാവരെയും കുറ്റപ്പെടുത്തുമ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അകത്തു നിന്ന് ഒരു സംഭവം വെളിയിൽ പോകണമെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെയാണ് ആദ്യം ഇവര് കൺട്രോൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ അവർക്ക് അവരെങ്ങനെയാണ് അത് ലീക്ക് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ലീക്ക് ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് അതിൻ്റെതായ ശിക്ഷ കൊടുക്കുക. ടെലികാസ്റ്റ് ലൈവ് ഇതൊക്കെ കണ്ട് എത്ര വീഡിയോ വേണേലും ഇട്ടോട്ടെ, പക്ഷെ മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞ് അത് ലീക്ക് ചെയ്യുന്നത് ഈ സീസണിൽ എങ്കിലും ഇല്ലാതെ ഇരിക്കട്ടെ. പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിമാർ ആവശ്യമില്ല. പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിമാർ ആവശ്യമില്ല, ശരിയാണ്. പക്ഷേ ഈ പ്രതിഷ്ഠ ഇരിക്കുന്നത് എവിടെയാണ്? നിങ്ങൾ ഈ പറയുന്ന ഈ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ക്രൂ മെമ്പേഴ്സിലും അവിടെ ജോലി ചെയ്യുന്നവരിലുമാണ്. അവിടെ നിന്നാണല്ലോ പൂജാരിമാരിലേക്ക് ഈ സംഭവങ്ങൾ വരുന്നത്, വെളിയിലേക്ക് വരുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ആദ്യമേ അവിടെ നിങ്ങൾ നിർത്തേണ്ടടുത്ത് നിർത്തേണ്ടത് അവിടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുന്ന ആ സമയത്ത് ആരാണ് വെളിയിലേക്ക് വിടുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത്രയും ക്യാമറകളും ഈ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള 19-20 പേരെ നിരീക്ഷിക്കാൻ ഇത്രയും ക്യാമറ വെച്ചേക്കുന്നത്, നിങ്ങൾ അതിനകത്ത് ക്യാമറ വെക്കൂ, അല്ലെങ്കിൽ അവരുടെ ഫോണുകൾ പരിശോധിക്കൂ. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ ഇത് എങ്ങനെയാണ് വെളിയിൽ വരുന്നതെന്ന്. അതിന്റെ അകത്ത് തന്നെ ഒന്ന് കഴുകി തുടച്ചൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ റിവ്യൂവേഴ്സിന്റെ കാര്യം ശരിയാണ് ഈ പറയുന്നത്. നമ്മൾ കൂടുതലും എപ്പിസോഡ് കണ്ടിട്ടും അതുപോലെ തന്നെ ലൈവ് കണ്ടിട്ടുമാണ് നമ്മൾ പ്രതികരിക്കാറുള്ളത് കൂടുതലും. പിന്നെ വെളിയിൽ നിന്ന് നമുക്ക് ഈ യൂട്യൂബേഴ്സ് ഒക്കെ ഇടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്ന ആൾക്കാർ ഔട്ടായി, ഇന്ന ആൾക്കാർ വെളിയിൽ പോയി, അല്ലെങ്കിൽ നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് പോലും നമ്മൾ അത് സംസാരിച്ചിട്ടില്ല, കൂടുതലും സംസാരിക്കാൻ ശ്രമിക്കാറില്ല. എന്ന് വെച്ചാൽ അതിനകത്തൊരു വ്യക്തത ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ ശരിയല്ലല്ലോ. പക്ഷെ ഇവരൊക്കെ പറയുമ്പോഴേ നമുക്കറിയാം അതെല്ലാം കറക്റ്റ് ആയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളാണെന്ന്. എന്നിട്ട് പോലും നമ്മൾ അത് ചെയ്യാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഷോ അവർ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് അവർ ചെയ്യുമ്പോൾ കാണാതിരിക്കുന്നവർക്ക് ആകാംക്ഷ ഉണ്ടാവും. ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആ ആകാംക്ഷയാണ് ഇവര് ഇല്ലാതാക്കുന്നത്. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വിയോജിക്കുന്ന കാര്യം അതിനകത്ത് ഉള്ള മെമ്പേഴ്സ്, അവരെയാണ് നിങ്ങൾ ആദ്യം, ലാലേട്ടനോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ആ ബിഗ് ബോസിനോട് എനിക്ക് പറയാനുള്ളതാണ് ഞാൻ പറയുന്നത്.
നിങ്ങൾ അതിനകത്തുള്ളവരെ ആദ്യം നിലയ്ക്ക് നിർത്തുക. അവരിൽ നിന്നാണ് ഇത് വെളിയിലേക്ക് വരുന്നത്, അല്ലാതെ ഒരിക്കലും മായാജാലം വഴി ഒന്നും അല്ലല്ലോ ഇത് വെളിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്തുള്ളവരെ കൂടി നിങ്ങൾ നിയന്ത്രിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അതുപോലെ തന്നെ ഒരുപാട് ഞാൻ ഇന്ന് ഒരുപാട് ഇതിന് ശേഷം ഞാൻ ഒരുപാട് ചാനലുകളെ എടുത്ത് നോക്കി കേട്ടോ. ആ ചാനലിലൊക്കെ എന്ന് വെച്ചാൽ ന്യായീകരണത്തിന്റെ അങ്ങേയറ്റമാണ്. ഞങ്ങൾ അങ്ങനെ പറയാറില്ല, ഞങ്ങൾ ഇങ്ങനെ പറയാറില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രഡിക്ഷൻ ലിസ്റ്റ് മുതൽ അവിടെ വീട്ടിൽ ആദ്യം ആരാണ് കയറിയത് മുതൽ അവിടെ അടുത്ത ദിവസം എന്താണ് സംഭവിക്കുന്നത്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരാണ് എവിക്റ്റ് ആയത് എന്നൊക്കെ കൃത്യമായിട്ട് നിമിഷ നേരം കൊണ്ട് അവിടെ ഷൂട്ട് കഴിഞ്ഞ് 5-10 മിനിറ്റിനുള്ളിൽ ഇവിടെ വീഡിയോ വന്നു കഴിയും. എന്നിട്ട് വന്ന് ന്യായീകരിക്കുന്ന കാണുമ്പോൾ ചിരിയാ വരുന്നത്. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് പേരുണ്ട്, അപ്പൊ അവരെ എതിർത്ത് പറയാനും കുറച്ച് പേരുണ്ട്. അതെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ്. പക്ഷെ അവർ ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അത് എത്രയാണെന്ന് പറഞ്ഞാലും ആര് ചെയ്തെന്ന് പറഞ്ഞാലും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോള് പറഞ്ഞിരുന്നു. അത് ശരിയാണ്, നമ്മൾ എല്ലാവരും കേട്ടതാണ്, 24/7 കേട്ടതാണ്, എപ്പിസോഡിലും അത് കാണിച്ചതാണ്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കേണ്ടത് തന്നെയാണ്. കാരണം അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറയുമ്പോൾ അത് വെളിയിലേക്ക് ഔട്ട് വരുമ്പോൾ പല രീതിയിലാണ് അത് ബാധിക്കുന്നത്. അവർ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ള ആളായിരിക്കാം, തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തെ അത് ബാധിക്കും. അതുപോലെ പേഴ്സണലായിട്ടും പുള്ളി അത് ഒരുപാട് ബാധിക്കുന്ന കാര്യമാണ്. എന്തായാലും അത് ചോദിച്ചത് നന്നായി. അക്ബറിന്റെ നോട്ടം ശരിയല്ല. അനുമോൾ അങ്ങനെ പറഞ്ഞോ? എന്താണ് അവൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്കൊന്നും അറിയില്ല. അല്ലല്ല, അനുമോൾ അങ്ങനെ പറഞ്ഞോ? എന്താണ് അങ്ങനെ പറയാൻ കാര്യം? എത്രയോ സെക്കൻഡ് ഒരാളെ നോക്കാവുള്ളൂ എന്നൊക്കെ ഞാൻ അനുമോൾ അവിടെ കിടന്നിട്ട് പറയുന്നുണ്ട് നോട്ടത്തിന്റെ പ്രശ്നമൊന്നുമല്ല. അതുപോലെ മോഹൻലാൽ പറയുന്നുണ്ട് ഇത്ര സെക്കൻഡിൽ കൂടുതൽ ഒരാളെ നോക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെന്ന ഒരു നിയമമുണ്ട്. ശരിയാണ്, ഇത്ര സെക്കൻഡ് നോക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യവും ബിഗ് ബോസിലും ഇതൊരു ചർച്ചയായതാണ്, ഈ നോട്ടത്തിന്റെ കാര്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അനുമോളെ കുറിച്ച് പറയുവാണെങ്കിൽ അനുമോള് പൊട്ട് കളിക്കുമെന്ന് പറയത്തില്ല, നമ്മൾ പൊട്ടം കളിക്കുമെന്ന് പറയും വെളിയിലൊക്കെ. ഇപ്പൊ പൊട്ടുകളിയാ, ഞാൻ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത് തന്നെ എൻജോയ് ചെയ്യാനാണ്. അവിടെ ആരും കൂടത്തല്ലൊന്നും നടത്തരുത്, ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു വന്ന ഒരാളാണ്. ഞാൻ അത് ആദ്യമേ പറഞ്ഞു, എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അനുമോള് കാണിക്കുന്നതെല്ലാം ഡ്രാമയാണ് എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, അനുമോൾക്ക് വെളിയിലേക്ക് ഔട്ട് പോകുമ്പോൾ ഞാൻ ഡീസന്റ് ആയിട്ട് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞ് ഔട്ട് പോകണം. എന്നെ ആരും വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എന്നെ ആരും ഒന്നും പറയരുത്, ഞാൻ ഡീസന്റ് ആയിട്ട് തന്നെ വന്ന് കയറിയതുപോലെ തന്നെ എനിക്ക് ഇറങ്ങിപ്പോണം. എന്റെ യഥാർത്ഥ ക്യാരക്ടർ ഒന്നും അങ്ങനെ വെളിയിലേക്ക് വരണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾ തന്നെയാണ്. യഥാർത്ഥ ക്യാരക്ടർ ഒന്നും അങ്ങനെ ഒരുപാട് വെളി വന്നിട്ടില്ല. പക്ഷെ അവിടെ നല്ലവളായ ഉണ്ണിയാകാൻ ശ്രമിച്ചതാണ് ഈ അനുമോള്. അവിടെ അക്ബറിനെയാണ് അവിടെ ബലിയാടാക്കിയത് എന്നാണ് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയത്. അക്ബറിന്റെ നോട്ടത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ലേഡീസിനോടൊക്കെ അക്ബർ പെരുമാറുന്നതൊക്കെ നമ്മൾ ഈ ഒരാഴ്ചയായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ അക്ബർ വേറൊരു രീതിയിൽ അവിടെ സംസാരിച്ചിട്ട് വേറൊരു രീതിയിലും ഒരു നോട്ടം കൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് നമുക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ലേഡീസിനോടായിക്കോട്ടെ. പക്ഷെ ഇവിടെ അനുമോള് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ചോദിച്ചതും കാര്യമായി. അനുമോള് ഈ കടന്ന് പൊട്ട് കളിക്കുന്നുമുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്തായാലും ആ വീഡിയോ കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എപ്പിസോഡ് എന്തായാലും നമുക്ക് ഇനി വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി എന്താണ് എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. ലാലേട്ടൻ ഈ ചോദിച്ചതിനോട് നമ്മളും യോജിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിക്കും ഒരു ജീവിതമൊക്കെ ഉള്ളതല്ലേ വെളിയിൽ. അപ്പൊ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കി, അതിൽ എനിക്ക് 1-2 കമന്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് നീ വായിൽ തോന്നിയത് പറഞ്ഞിട്ട് നാളെ പുറത്തിറങ്ങിയിട്ട് അവനാണ് അനുഭവിക്കേണ്ടത്. അവനും ഉണ്ട് പുറത്തൊരു ലൈഫ്. അത് കറക്റ്റ് ആണ്. എന്താന്ന് വെച്ചാൽ ഈ അകത്തിരുന്നു കൊണ്ട് ഈ പറഞ്ഞ പോലെ ജെൻഡർ കാർഡ് ഇറക്കാനൊക്കെ ഇവർക്ക് എളുപ്പമാണ്. എന്നെ അവൻ നോക്കുന്ന നോട്ടം ശരിയല്ല, എന്നെ ഇങ്ങനെ നോക്കി അങ്ങനെ നോക്കി എന്നൊക്കെ പറയാം. പക്ഷെ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ജീവിതത്തിൽ. അത് ഇപ്പം ബിഗ് ബോസിൽ വിചാരിക്കും ഇന്ന എപ്പിസോഡിൽ കഴിഞ്ഞു എന്നുള്ളതല്ല. വെളിയിൽ വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരമോ എന്തെങ്കിലും വിഷയങ്ങളോ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ എടുത്തിടും. അതിനകത്ത് അനുമോൾ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അപ്പൊ ഇത് ശരിയാണ് എന്നുള്ള രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്യപ്പെടും. ലാലേട്ടൻ ആരെയും വെറുതെ വിടുന്നില്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടത്. അത് നന്നായി. സത്യം പറഞ്ഞാൽ ആരെയും വെറുതെ വിടേണ്ട ആവശ്യമില്ല, ആരോടും ഒരു സോഫ്റ്റ് കോർണറിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ കളിക്കുന്നത് എങ്ങനെയാണോ ആ കളിയുടെ രീതിയെ കുറിച്ച് എല്ലാം ചോദിക്കണം. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജെൻഡർ കാർഡ് ഇറക്കുന്നുണ്ടെങ്കിലും അതുപോലെ കഴിഞ്ഞ ദിവസം രേണുസുധിയുടെ വീഡിയോ എടുത്ത് കാണിച്ചതും ഇതെല്ലാം നല്ല കാര്യമാണ്. ചിലരൊക്കെ വീഡിയോ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു, അവർക്ക് വലിയ വലിയ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. അവരൊക്കെ വീഡിയോ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നത്തില്ല, ബാക്കിയുള്ളവർക്ക് തെറ്റായിട്ട് തോന്നാം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീഡിയോ നിങ്ങൾ നേരത്തെ ഇട്ടപ്പോഴും അത് ന്യായീകരിച്ചാണ് ഇട്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ന്യായീകരിക്കാനൊക്കെ തോന്നും. എന്ന് വെച്ചാൽ നമുക്കത് തെറ്റായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും കണ്ടസ്റ്റൻസ് അവിടെ 19ഓളം പേര് അല്ല 18ഓളം പേര് പിന്നെയുണ്ട്. അവരാരും ചെയ്യാത്ത ഒരു ഇതാണ് ഇവിടെ രേണുസുതി ചെയ്തിരിക്കുന്നത്. രേണുസുതിയൊക്കെയാണ് ബുദ്ധി കൂടുതലും, ബാക്കിയുള്ളവർക്ക് എല്ലാം മന്ദബുദ്ധികളാണെന്നും ഉള്ളൊരു ഇതുണ്ടല്ലോ, അത് വേണ്ട.
മറ്റുള്ളവർ ബിഗ് ബോസിനെ നല്ല രീതിയിൽ കാണുന്നത് കൊണ്ടാണ്, അവർ ബിഗ് ബോസിനെ ഒരു ഭയമുണ്ട്, അവർ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത് തെറ്റായിട്ട് തോന്നുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവരും ചെയ്യാത്തത്. അല്ലാതെ അവരൊന്നും അവർക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. ഈ 19 പേർക്കും ചെയ്യാൻ, അവരിരിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ ചെയ്താൽ ഇതിനേക്കാൾ വലുതൊക്കെ ചെയ്യാൻ അറിയാം. എന്നിട്ട് പോലും അവര് ആ ബിഗ് ബോസ് എന്ന ഷോയെ ബഹുമാനിക്കുന്നതുകൊണ്ടും ആ ബിഗ് ബോസ് എന്ന ഷോയിൽ ഇനി ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടോ എന്ന് അവർക്ക് പേടിയുള്ളത് കൊണ്ടൊക്കെയാണ് അവരും ചെയ്യാതെ വന്നത്. അല്ലാതെ രേണുസുതി മാത്രം ബുദ്ധി കൂടിയ ആളും ബാക്കിയുള്ളവരെല്ലാം മന്ദബുദ്ധികളുമാണെന്നുള്ള ആ ഒരു ഇതങ്ങ് വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. അനു ഉദ്ദേശിച്ചത് ദേഷ്യം കൊണ്ടുള്ള ഒരു നോട്ടം, അതാണ്. അനു അത് ആരോടോ പറയുന്നുണ്ട്, മറ്റുള്ളവർ അതിനെ വളച്ചൊടിച്ചു. ഇപ്പൊ അങ്ങനെയാണ് എന്നുവെച്ചാൽ അനു ദേഷ്യത്തോടെ നോക്കുന്നു, അക്ബർ എന്നെ എപ്പോൾ കാണുമ്പോഴും ദേഷ്യത്തോടെ തന്നെ നോക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. മറ്റുള്ളവരാണ് അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കിയെന്നാണ് പറയുന്നത്. പക്ഷെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അനുമോള് ആ ഉദ്ദേശത്തോടൊന്നും അല്ല പറഞ്ഞത്, വേറെ ഉദ്ദേശത്തോടു കൂടി തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഏത് നോട്ടമാണെന്ന് പറഞ്ഞാലും നമുക്കിന്ന് എപ്പിസോഡ് കാണുമ്പോൾ അത് മോഹൻലാൽ അതിനെക്കുറിച്ച് കൃത്യമായ വിവരണം നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, രേണുസുതിയുടെ വിധവാ കാർഡ്, അമ്മ കാർഡ്, ഇതിനെ പറ്റിയും ചോദിക്കണം. കാരണം സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ ഒരു കാർഡും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ശരിയായ കാര്യമാണ്. ലാലേട്ടന്റെ ഭയങ്കര പ്രൊമോ ആയിരുന്നു അത്, ആദ്യത്തെ പ്രൊമോ. ആ പ്രൊമോ വന്നപ്പോഴത്തേക്ക് പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ ഈ കാർഡുകളൊന്നും ഇവിടെ എടുക്കാൻ പാടില്ല, എല്ലാത്തിനെയും ഞാൻ പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ആ കാർഡിനെ കുറിച്ചൊന്നും സംസാരിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല. അവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആ കാർഡ് ഇറക്കിയേക്കുന്ന 2 പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് ശാരിക KB എന്ന് വെച്ചാൽ മറ്റേ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നത് ശരിക. ഒന്ന് നമ്മുടെ രേണുസുതിയാണ് ഏറ്റവും കൂടുതൽ ഈ കാർഡ് അവിടെ ഇറക്കാൻ ശ്രമിക്കുന്നത്. ഇനിയിപ്പോ ലാലേട്ടൻ ഇതിനെ കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ ഇനിയും ഉള്ള ദിവസങ്ങളിൽ കാർഡുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ വലിയ തള്ളൊക്കെ തള്ളിയല്ലേ നമ്മൾ ഈ പ്രൊമോയിലൊക്കെ വന്നത്. അത് അനുവദിക്കത്തില്ല, അനിയത്തി പാസം അനുവദിക്കത്തില്ല, അത് അനുവദിക്കുക ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നും പ്രാബല്യത്തിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ കാർഡിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. ശരിയാണ്, ശരിക്കുള്ള കാർഡ് ഇറക്കുന്നത് അവിടെ രേണുസുതിയാണ്. പിന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പറഞ്ഞ ശാരികയാണ്. പിന്നെ ആൾ പറയുന്നുണ്ട്, അനുമോൾ അത് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. ലൈവ് കണ്ടപ്പോഴും തോന്നിയിരുന്നു, ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരാളെ കുറിച്ച് അയാളുടെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വൃത്തികെട്ട ഗെയിം ആയിപ്പോയി അത്. അനുമോളിന് ഗെയിം കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങി പൊക്കൂടെ. അത് തന്നെയാണ്. അനുമോളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുമോള് ഇവിടെ ഗെയിം കളിക്കുന്നതല്ല വന്നേക്കുന്നത്. അനുമോൾ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അടി പിടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ബിഗ് ബോസ് കാണുമ്പോൾ ഇതൊന്നും എപ്പോഴും അടിയാണല്ലോ എന്ന് പറഞ്ഞ് TV ഒക്കെ ഓഫ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 20 പേര് 20 സാഹചര്യത്തിൽ വന്നവരാണ്. 19 പേര്, 19 പറഞ്ഞാൽ ഒരു 20 പേര്, 19 പേര് 19 സാഹചര്യത്തിലാണ് അവിടെ വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിലുള്ളവർ ചിലപ്പോൾ വഴക്കുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും അവിടെ. പക്ഷെ ഇതെല്ലാം സഹിക്കാൻ പറ്റുന്നെങ്കിലേ അവിടെ വരാൻ പറ്റും. അല്ലാതെ അവിടെ വന്ന ഒരു ടൂറ് പോയതുപോലെ, ഒരു പിക്നിക്ക് പോയതുപോലെയൊക്കെ ഒന്ന് ആഘോഷിച്ചിട്ട് പോകാൻ വന്നതാണ് അനുമോളെന്ന് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അനുമോൾ അവിടെ ഏറ്റവും കൂടുതൽ അനുമോളെ സേഫ് ആയിക്കൊണ്ട്, അനുമോൾ നല്ലതാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന നാടകമാണ്. ഈ നാടകമെല്ലാം ഇനി പൊളിയും, ഇനിയുള്ള ദിവസങ്ങളിൽ പൊളിയും. അനുമോള് പെട്ടെന്ന് കരയും എന്നുള്ളൊരു ഫീലിങ്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അത് ശരിയാണ്, അനുമോള് പെട്ടെന്ന് കണ്ണുനീരൊക്കെ വരും, ശരിയാണ്. കണ്ണീരൊക്കെ വരുമെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു എന്താ തനി സ്വഭാവം ഇതുവരെയും വെളിയിൽ വന്നിട്ടില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അനുമോൾ ശരിക്കും ശ്രമിക്കുന്നുണ്ട്. അതിന് ഞാൻ നല്ലതാണെന്ന് വെളിയിൽ അറിയിക്കണം, ഞാൻ നല്ല പിള്ളയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് നാടകങ്ങൾ അനുമോൾ അവിടെ കളിക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ പോകെ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്നുള്ളത്. എന്തായാലും ഈ 2 കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.